ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹലുവയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻ വെച്ച് വറ്റതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. 2 or 3 ടീസ്പൂൺ നെയ്യൊക്കെ നമുക്ക് ചേർക്കാം. അത് നെയ്യ് ചൂടാവാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നെയ്യ് നന്നായി ചൂടായെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിനകത്ത് പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമായ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഈ നമ്മൾ ആ നെയ്യിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. ക്യാരറ്റ് നന്നായി ഇളക്കി കൊടുക്കണം കുറച്ച് മിനിറ്റ്. പിന്നെ ക്യാരറ്റിൻ്റെ കളറൊക്കെ കുറേശ്ശെ മാറി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പാല് ചേർക്കുക. ക്യാരറ്റ് എന്തോരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് 2-3 കപ്പൊക്കെ നമ്മൾ പാല് ചേർക്കും. ഇപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു ഏകദേശം 2-3 കപ്പൊക്കെ പാലാണ് ചേർത്തിരിക്കുന്നത്. പാൽ നന്നായിട്ട് തിളയ്ക്കുക. ഒരു 20-30 മിനിറ്റൊക്കെ മാക്സിമം തിളയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. പാൽ നന്നായിട്ട് വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പാല് നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ആ ക്യാരറ്റിൽ പാൽ ഇങ്ങനെ അബ്സോർബ് ആയി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യുക. നന്നായി വറ്റി വരണം. പാലിനെ വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ പഞ്ചസാര കുറവാണ് ചേർക്കുന്നതിന് കാരണം മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാൻ കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിൽക്കെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ക്യാരറ്റ് ഹലുവയുടെ പരിവായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിൽ നിന്നൊക്കെ കുറേ ആ ക്യാരറ്റ് എല്ലാം വിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുഴുവനായിട്ട് വിട്ട് വരുമ്പോഴാണ് നമുക്ക് ക്യാരറ്റ് ഹലുവ ആയി എന്ന് മനസ്സിലാക്കുന്നത്. നമുക്കിനി അതിലങ്ങനെ നെയ്യിലങ്ങനെ കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാനും നല്ലതാണ്. ക്യാരറ്റ് ഹലുവ സെറ്റായതിനു ശേഷം നമ്മളതിനകത്ത് ഗ്രേറ്റഡ് കാഷ്യൂ നട്ട്സോ പിസ്ത അല്ലെങ്കിൽ ബദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ അത് നമുക്ക് പൊടിച്ച് ചേർക്കാം. എല്ലാവരും ഇത് നന്നായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യണേ. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.